സോ ഗൈസ്, ഇന്നൊരു കുറച്ച് ഡേഞ്ചർ പിടിച്ച വീഡിയോ കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഉള്ളത് ഏകദേശം എന്താ പറയുക, ഒരു കാട് പോലത്തെ ഒരു ഏരിയയിലാണ്. ഞങ്ങൾ കാണിച്ചു തരട്ടോ. ഇല്ലേ, കുറച്ചധികം കാട് പോലത്തെ ഒരു ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ പുലി എന്ന് കേട്ടില്ലേ? കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ പുലി കിടക്കുന്നത് അല്ലെങ്കിൽ പുലി താമസിക്കുന്ന ഒരു സ്ഥലം നമുക്ക് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാട്ടോ നിങ്ങളെ കൂട്ടി വന്നിക്കണേ. അപ്പോൾ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സ്ഥലത്തുള്ള വീഡിയോ മീൻസ് ഇങ്ങോട്ട് വരുന്ന അതെന്താ പറയുക, അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം അത് ബോറായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം ഞാൻ ഒന്ന് കാണിച്ചു കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല എന്താ പറയുക, കാട് ഏരിയ ആണ്. ഫുൾ ഒച്ചപ്പാടാണ്, ചീവീടിൻ്റെ ഒച്ചപ്പാടാണ്. പിന്നെ കൂടാണ്ട് മാമ ആയുധം എന്ന് പറഞ്ഞ മാതിരി ഒരായുധവും കയ്യിലെടുത്തിട്ടുണ്ട്. വല്ലതും വന്നാൽ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇതും കൊണ്ടാവുമല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത് പുലിമട. ഇപ്പോൾ ഞാൻ കാണിച്ചു നിങ്ങൾക്ക് ഗൈസ്. ഞാനിത് അങ്ങോട്ട് കയറുക കേട്ടോ. മീൻസ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. ഇവിടെയൊക്കെ പുലികളെ കണ്ടതായിട്ട് ഒരുപാട് നാട്ടുകാർ, ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ പുലികളുണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു ഏരിയ ആണിത്. ഒരാളില്ല, ഈ ചുറ്റുവട്ടത്തൊന്നും ഒരാളില്ല. പോരാത്തതിന് നല്ല എന്താ പറയുക, കീരാങ്കിരി ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ആകെ മൊത്തത്തിലൊരു ഒരു ടെറർ വൈബാണ്. അപ്പോൾ ദിസ് ഏരിയ, ഈ ഒരു ഏരിയ ഇസ് കോൾഡ് പുലിമട. ഇപ്പോൾ പറയുന്നു പുലികൾ മാത്രമല്ല, ഈ പന്നികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിടക്കും. പോരാത്തതിന് പറയാലോ, പുലി, കടുവ, ആന, കരടി എന്നൊക്കെ പറയുന്നതിൻ്റെ സീസണാണ്, പ്രത്യേകിച്ച് വയനാട്ടിൽ. ഇങ്ങോട്ടൊക്കെ കണ്ടില്ല നിങ്ങൾ, വലിയ 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 ഗുഹകൾ പോലത്തെ സ്ഥലം കണ്ടോ. ഇവിടെ ഒന്നാമത് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴുകുന്നത് കൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ വന്നിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കണ്ടോ, ഇതിൻ്റെ അടിയിൽ കൂടി വെള്ളം ഒഴുകുന്നുണ്ട്. വെള്ളം സൗണ്ട് കേൾക്കുന്നുണ്ടാവും. പോരാത്ത നിങ്ങൾ ഈ കീരാങ്കിരി കരയുന്ന ഒച്ചപ്പാട് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. ചീവീട്, നമ്മളവിടെ കീരാങ്കിരി എന്നൊക്കെ കേട്ടോ പറയുക. ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യും. ഇതിൻ്റെ താഴേക്ക് ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉള്ളോട്ട് ഒരുപാടുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ആരൊക്കെയോ വന്ന് എന്തെല്ലാമൊക്കെയോ അടിക്കണ സ്ഥലം കൂടിയാണ്. പുലിമടയിൽ ഇരുന്നുകൊണ്ട് തന്നെ വെള്ളം അടിക്കും. അങ്ങനത്തെ ടീംസാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ കൂടുതൽ നേരം ഒരു ദിവസം ഇതിൻ്റെ പുലിമടയിൽ ഇരുന്നെന്നും പറഞ്ഞ് ഞാൻ വീഡിയോ ഇടുന്നില്ല കേട്ടോ. എന്തിനും നമുക്ക് ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഈ ഒരു സ്ഥലം നിങ്ങളെ കാണിച്ചു തരാച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ കാണിക്കുന്നു, പോകുന്നു വീട്ടിൽ, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ അങ്ങനെയായിട്ട് പോകുന്നില്ല ഗൈസ്. കാരണം ചുറ്റുവട്ടത്തൊന്നും ഒരു മനുഷ്യന്മാരില്ല. എൻ്റെതാണെങ്കിൽ ആയുധം എന്ന് പറയാൻ ഈ ഒരു വടി മാത്രമേ കയ്യിലുള്ളൂ. സോ എങ്ങനെയുണ്ട് പുലിമട? എങ്ങനെയുണ്ട് പുലിമട? അടിപൊളിയല്ലേ? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ചീവീടുകളൊക്കെ ഇങ്ങനെ കരഞ്ഞിട്ട് ആകെ എന്താ പറയുക, ഒരു പേടിയാണോ അന്തരീക്ഷം കേട്ടോ. പുലിയാണോ കടുവയാണോ എന്താ ഉള്ള ഒരു പിടി ഉണ്ടാവില്ല. ഇവിടെ കണ്ടില്ലേ, എന്തോ കിടന്നൊരു സൈസ് പാടൊക്കെ ഉണ്ട് അവിടെ. ഇതിൻ്റെ ഉള്ളിലേക്കും 2-3 ഗുഹ പോലത്തെ ഒരു ഐറ്റംസൊക്കെ കാണുന്നില്ലേ. അതിനുള്ളിൽ ഒരുപാട് ആഴത്തിൽ ഗുഹകളുണ്ട്, വേറെ കാര്യം. പക്ഷേ അവിടേക്ക് ഈ പറയുന്ന സൈസ് സാധനങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു ഏരിയ നിങ്ങൾ കാണിച്ചു തരണം വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത്. ഒരുപാട് നേരം ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ മീൻസ് എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് നേരം ഇരുന്നിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി റിസ്ക് പരിപാടിയാണ്. കാരണം ഈ ചുറ്റുവട്ടത്തൊന്നും ഒരാളില്ലാത്തത് കൊണ്ട് ഇവിടെ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കി പോലും ആരും കേൾക്കില്ല. അജ്ജാതി ഒരു ഏരിയ ആണിത്. പോരാത്തതിന് എന്തൊക്കെയോ സൗണ്ടും നടക്കുന്ന സൗണ്ടും ഒക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. കടുവയൊക്കെ വന്നു കഴിഞ്ഞാൽ ഗൈസ് ഒരു രക്ഷയില്ല. പുലിയാണെങ്കിൽ പോട്ടയൊക്കെ, പുലിയാണെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടാം. പക്ഷേ കടുവ പോലത്തെ ഐറ്റംസ് വന്നു കഴിഞ്ഞാൽ, കടുവ, കരടി തുടങ്ങിയ ഐറ്റംസ് വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കേട്ടോ വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. പുലിമട കണ്ടില്ല അറിയത് പുലിമട കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ.
അപ്പോൾ നമുക്കൊരടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. സോ ഗൈസ് ബൈ.